എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷം ഈ ഒരു സെക്കൻഡിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഉണ്ണി, പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് മാറും. തീർച്ചയായും ആദ്യ നിമിഷങ്ങളിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ഒപ്പത്തിനൊപ്പം തന്നെ പിന്നാലെ UDF വരുന്നത് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 5ഇടത്ത് LDF മുന്നേറ്റം, 2ഇടത്ത് UDF മുന്നേറ്റം. തൃശൂർ കോർപ്പറേഷനിൽ 2ഇടങ്ങളിലാണ് LDF മുന്നേറുന്നത്, 3ഇടങ്ങളിൽ UDF മുന്നേറുന്നു. NDA ഒരിടത്ത് തൃശൂരിൽ മുന്നേറുന്നു എന്നതാണ് പറയേണ്ടത്. കോർപ്പറേഷനുകളിൽ LDF ലീഡെടുക്കുന്നു എന്നതാണ് പറയേണ്ടത്. 5ഇടങ്ങളിൽ LDF വലിയ മുന്നേറ്റം എന്നതാണ് പറയേണ്ടത്. 2ഇടങ്ങളിൽ UDF മുന്നേറുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ആ നിലയ്ക്ക് ആദ്യ പല സൂചനകൾ പുറത്തു വരുമ്പോൾ വലിയ മുന്നേറ്റം LDF ഭാഗത്തുനിന്നുണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് LDF ലീഡ് പിടിച്ചു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. തൊട്ട് പിന്നിൽ NDA ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ തന്നെ LDF UDF പലയിടങ്ങളിൽ വരുന്നു എന്നതാണ് പറയേണ്ടത്. എന്തായാലും കോർപ്പറേഷനുകളിൽ 3ഇടത്ത് LDF, 2ഇടത്ത് UDF, 1ഇടത്ത് NDA ഉണ്ട്. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ 17ഇടത്താണ് LDF മുന്നേറ്റം, 16ഇടത്ത് UDF, 5ഇടങ്ങളിൽ NDA. ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 6ഇടങ്ങളിൽ LDF, 3ഇടങ്ങളിൽ UDF ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9ഇടങ്ങളിൽ LDF, 5ഇടങ്ങളിൽ UDF ഉള്ളത്. ആ നിലയ്ക്കാണ് കണക്കുകൾ വരുന്നത്. ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 24ഇടങ്ങളിൽ LDF മുന്നേറ്റം, 20ഇടങ്ങളിൽ UDF മുന്നേറ്റം. എന്തായാലും ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. NDAയും അവിടെ അവരുടെ മുന്നേറ്റത്തിലേക്ക് വരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. തൃശൂർ കോർപ്പറേഷനിൽ UDF ലീഡെടുത്തിരിക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ LDF രണ്ടാമതായി വന്നിരിക്കുന്നു, ഒന്നാമത് UDF വന്നിരിക്കുന്നു. എന്തായാലും 2ഇടങ്ങളിലാണ് LDF തൃശ്ശൂരിൽ മുന്നേറുന്നത്, 3ഇടങ്ങളിൽ UDF മുന്നേറുന്നു. ആ രീതിയിലാണ് കണക്കുകൾ. വയനാട് നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി 3ഇടങ്ങളിൽ LDF മുന്നേറുന്നു, ആ രീതിയിൽ ഒരു മുന്നേറ്റം. ആലപ്പുഴ നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ 2ഇടത്ത് LDF, 1ഇടത്ത് UDF മുന്നേറുന്നു. എന്തായാലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ വൈഷ്ണ സുരേഷ് മുട്ടട ഗ്രാമപഞ്ചായത്തിൽ മുട്ടട ഡിവിഷനിൽ വൈഷ്ണ സുരേഷ് അവിടെ പിന്നോട്ട് പോയിരിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നതെന്നാണ് പറയേണ്ടത്. LDF സംബന്ധിച്ച് ആ മുന്നേറ്റം തുടരുന്നു. പക്ഷേ ചിലയിടങ്ങളിലെല്ലാം തന്നെ UDF ഒപ്പത്തിനൊപ്പം വരുന്നു എന്ന് തന്നെയാണ് കാണേണ്ട ഒരു കാര്യം. 27ഇടത്ത് LDF, 23ഇടത്ത് UDF, 1ഇടത്ത് NDAയും ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നേറുന്നു എന്നതാണ് ഈ നിമിഷങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവനന്തപുരത്ത് LDF ലീഡ് ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. 5ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു, 2ഇടങ്ങളിൽ UDF, 4ഇടങ്ങളിൽ NDAയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എറണാകുളം കോർപ്പറേഷനിൽ 4ഇടങ്ങളിൽ LDF, 6ഇടങ്ങളിൽ UDF വലിയ ആധിപത്യത്തിലേക്ക് പോകുന്നതാണ് പറയേണ്ടത്. എന്തായാലും ആ നിലയ്ക്കാണ് എറണാകുളത്തെ കണക്കുകൾ വരുമ്പോൾ കാണേണ്ട ഒരു കാര്യം. എന്തായാലും എറണാകുളം കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 4ഇടങ്ങളിൽ LDF, 6ഇടങ്ങളിൽ UDF വരുന്നു. തൃശ്ശൂരാണെങ്കിൽ 2ഇടങ്ങളിൽ LDF, 3ഇടങ്ങളിൽ UDF വരുന്നു. ആ നിലയ്ക്കാണ് കണക്കുകൾ വരുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ തന്നെയാണ് പല സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ അവിടെ കണക്കുകളെല്ലാം തന്നെ ഇപ്പോൾ വരുന്നു എന്നതാണ് പറയേണ്ടത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 6ഇടങ്ങളിൽ LDF, 1ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. എന്തായാലും തുടക്കത്തിലെല്ലാം തന്നെ വലിയൊരു മുന്നേറ്റം LDFൻ്റെതായി കാണുന്നു. തൊട്ടു പിന്നാലെ UDF ഉണ്ട് എന്നതാണ് പറയേണ്ടത്. ചിലയിടങ്ങളിൽ ഒപ്പത്തിനൊപ്പം നിലയിൽ NDAയും വരുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആ നിലയ്ക്കാണ് ഈ ഫലസൂചനകൾ വരുമ്പോൾ കാണേണ്ടത്. എറണാകുളം കോർപ്പറേഷനിൽ 4ഇടങ്ങളിൽ LDF, 6ഇടങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ 2ഇടങ്ങളിൽ LDF, 4ഇടങ്ങളിൽ UDF, 1ഇടത്ത് NDAയും മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് പറയേണ്ടത്. ആ നിലയ്ക്കാണ് കണക്കുകൾ വരുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും ആ നിലയ്ക്ക് വലിയൊരു മുന്നേറ്റം LDF ഉണ്ടായി. ഒപ്പം തന്നെ UDF മുന്നേറുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 7ഇടങ്ങളിൽ LDF, 9ഇടങ്ങളിൽ UDF വരുന്നു. തങ്ങൾക്ക് വലിയ ആധിപത്യമുള്ള ജില്ലകളിൽ മാറ്റമുള്ള മാറി മറിയുന്നു എന്ന് തന്നെയാണ് ആദ്യപല സൂചനകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ആ നിലയ്ക്കാണ് കണക്കുകൾ വരുന്നത്. എന്തായാലും LDF ആദ്യ പല സൂചനകൾ പുറത്തു വന്നപ്പോൾ വലിയ മുന്നേറ്റം. കൊല്ലം കോർപ്പറേഷനിൽ LDF 7 സീറ്റുകളിലും UDF 2 സീറ്റുകളിലും NDA 1 സീറ്റിലും മുന്നേറുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൊല്ലത്ത് LDF വലിയ മുന്നേറ്റം എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു തുടക്കത്തിലെ ആദ്യ പല സൂചനകൾ പുറത്തു വരുമ്പോൾ LDF വ്യക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ നിമിഷത്തിൽ പ്രധാനമായും പറയേണ്ടത്. യെസ്, അത് തന്നെ കോർപ്പറേഷനെ സംബന്ധിച്ച വിവരങ്ങൾ. തൃശ്ശൂരിൽ UDF ആണ് മുന്നിട്ട്, UDF ലീഡ് എന്നുള്ളതാണ് ലഭിക്കുന്നത്. 3ഇടത്ത് UDF, 2ഇടത്ത് LDF എന്നുള്ള വിവരം.
എൻ ഡി എയും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടത്തും എൻ ഡി എയുടെ ഒരു മുന്നേറ്റം, തേരോട്ടമുണ്ട്. മൂന്നാം മുന്നണി എന്നുള്ളവർക്ക് ശക്തി പ്രാപിക്കുകയാണ് എൻ ഡി എ മുന്നണി എന്നുള്ളത് കുറച്ച് കാണാൻ സാധിക്കില്ല. എൻ ഡി എ മുന്നണിയുടെ ഇനി അങ്ങോട്ടുള്ള നാളുകൾ എന്ന് പറയുന്നത് മറ്റ് രണ്ട് മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് രണ്ട് മുന്നണികൾക്ക് പേടി സ്വപ്നമാകുകയാണ്. തങ്ങളെ ഒരു പേടി സ്വപ്നമായി കാണണമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇപ്പോൾ ഓരോ നിമിഷവും വരുന്നത്. കൂടുതൽ സീറ്റുകൾ പിടിച്ചടക്കുകയാണ് മൂന്നാം മുന്നണി എൻ ഡി എ. എൽ ഡി എഫിന് ഇത്തവണ ഇടതിലേക്ക് തന്നെയാണോ ഇത്തവണയും എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ തവണത്തെ 2020 സാഹചര്യവും ഫലവും ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിന് ലീഡ് എന്നുള്ള വാർത്ത, ഗ്രാമപഞ്ചായത്തുകളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 37 എൽ ഡി എഫ്, യു ഡി എഫ് 30 എൻ ഡി എ ഒരിടത്ത് എന്നുള്ള വാർത്തകൾ ലഭിക്കുന്നു. ഇനിയും ഒന്നുമായിട്ടില്ല, തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതങ്ങ് മൂക്കും. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതു മുന്നണിക്ക് എൽ ഡി എഫിന് 8 ഇടങ്ങളിൽ, യു ഡി എഫ് 3 ഇടങ്ങളിൽ, എൻ ഡി എ അവിടെ സാന്നിധ്യം അറിയിച്ചിട്ടില്ല. എന്നാൽ സ്വതന്ത്ര വിമതർ ഒക്കെ തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അവിടെ ഒരെണ്ണം, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിച്ചാൽ അവിടെ ഒരെണ്ണമുണ്ട്. ഉണ്ണി, വിവരങ്ങൾ വീണ്ടും മാറി മറിയുകയാണ്. ഈ ഇടത് തന്നെയായിരിക്കുമോ അല്ലെങ്കിൽ ഇടത്തോട്ട് തന്നെയായിരിക്കുമോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളം? തീർച്ചയായും മാറി മറിയുന്നത് തന്നെയാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ പല സൂചനകളിൽ എൽ ഡി എഫ് മുന്നിട്ട് നിന്നെങ്കിൽ പോലും ഇപ്പോൾ യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം കാണുന്നു. തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് വലിയ രീതിയിലേക്ക് വരുന്നതാണ് കാണുന്നത്. വലിയൊരു മുന്നേറ്റം തൃശൂർ കോർപ്പറേഷനിൽ ഉണ്ടാവുന്നതാണ് കാണേണ്ട ഒരു കാര്യം. തിരുവനന്തപുരത്ത് എൽ ഡി എഫ് മുന്നേറ്റം തുടരുന്നതാണ് പറയേണ്ടത്. കോർപ്പറേഷനുകളിൽ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളിൽ എൽ ഡി എഫ് മുന്നേറ്റം ആദ്യഘട്ടത്തിൽ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോൾ മാറുന്നതാണ് കാണേണ്ടത്. തൃശൂർ കോർപ്പറേഷനിൽ, തൃശൂരിൽ വലിയ രീതിയിൽ തന്നെ ഒരു മാറ്റം, വലിയൊരു മുന്നേറ്റം യു ഡി എഫിൻ്റെതായി വരുന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ചില മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. മൂവാറ്റുപുഴയിൽ എൽ ഡി എഫ്, കോതമംഗലത്ത് യു ഡി എഫ്, ആലുവയിൽ യു ഡി എഫ്, കളമശ്ശേരിയിൽ എൽ ഡി എഫ്. ആ രീതിയിലാണ് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷൊർണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് പറയുന്നത്. എൻ ഡി എ, എൽ ഡി എഫ് 3 വീതം സ്ഥലങ്ങളിൽ വിജയിച്ചിരിക്കുന്നു. കൂത്താടുകുളത്ത് എൽ ഡി എഫ് മുന്നേറ്റം, കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിന്റെ മുന്നേറ്റം, മണ്ണാർക്കാടും തിരൂരും പെരിന്തൽമണ്ണയിലും യു ഡി എഫിന്റെ മുന്നേറ്റം, മലപ്പുറം നഗരസഭയിലും യു ഡി എഫിന്റെ മുന്നേറ്റം, നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ്, കോൺഗ്രസിന്റെ ശക്തമായ തട്ടകമായ മലപ്പുറത്ത് നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫിന് മുന്നേറ്റം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരപ്പനങ്ങാടി, രാമനാട്ടുകര എന്നിവിടങ്ങളിൽ യു ഡി എഫിന്റെ മുന്നേറ്റം വ്യക്തമായ രീതിയിൽ തന്നെ എല്ലാ തവണയുള്ള പോലെ തന്നെ നഗരസഭകളിലും ഒരു യു ഡി എഫ് ആധിപത്യം അവർ തുടരുന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നമ്മൾ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 2 ഇടങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, ഒരിടത്ത് യു ഡി എഫും ലീഡ് ചെയ്യുന്നു. ആ രീതിയിലാണ് കോർപ്പറേഷനിലെ കണക്കുകൾ പോവുകയാണെങ്കിൽ ഉള്ളത്. എന്തായാലും ആധിപത്യം എൽ ഡി എഫും യു ഡി എഫും. എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ എറണാകുളം കോർപ്പറേഷനിൽ 8 ഇടങ്ങളിൽ എൽ ഡി എഫും 8 ഇടങ്ങളിൽ യു ഡി എഫും മുന്നിട്ട് നിൽക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് കോർപ്പറേഷനിൽ ശക്തമായ മത്സരം പലയിടങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ നിമിഷങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യം. 8 ഇടങ്ങളിൽ, കൊച്ചി കോർപ്പറേഷനിൽ 8 ഇടങ്ങളിൽ എൽ ഡി എഫും 8 ഇടങ്ങളിൽ യു ഡി എഫും മാറി മാറി വരുന്നതാണ് കണ്ടത്. ജില്ലാ പഞ്ചായത്തുകളിൽ 3 ഇടങ്ങളിൽ എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫും നിൽക്കുന്നു. ആ രീതിയിൽ കണക്കുകൾ പുറത്തു വരുന്നു. മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ കൂത്താട്ടുകുളം, കുന്നംകുളം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് മുന്നേറ്റം. ആ രീതിയിൽ കണക്കുകൾ വരുന്നു. മരട്, പിറവം മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന്റെ ആധിപത്യം. പുതിയ വിവരങ്ങൾ ഓരോ നിമിഷവും ലഭിക്കുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 8 ഇടത്ത് എൽ ഡി എഫ് എന്നുള്ള വിവരം, കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 6 ഇടത്ത് എൽ ഡി എഫ് എന്നുള്ള വിവരം. ചുമക്കുകയാണോ കേരളം? അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യ ഫലസൂചന വരുമ്പോൾ ഇടത്തോട്ട് തന്നെ, ഇടതാണ്, ഇടത്തിലേക്കാണെന്നുള്ള സൂചനകൾ മാത്രമാണ്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും കഴിയുന്നില്ല. യു ഡി എഫിന്റെ